ഇറങ്ങിയപ്പോൾ ഭയങ്കര ഷോയൊക്കെ കാട്ടിയിട്ട് ഇറങ്ങിയ ഞാനാ. പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേർത്ത് കുളിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് ഞാൻ ഫോണിലിട്ട് നോക്കിയപ്പോൾ 1.7 എന്ന് കാണിച്ചു. പക്ഷെ ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ എത്തിച്ച് നോക്കിയപ്പോൾ അവിടെ പാർക്ക് കണ്ട പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നടന്ന് തന്നെ പോവാമെന്ന്. കരമിൽ കാണാത്ത പ്രത്യേക തരം പുല്ലും ചെടികളൊക്കെ ഞാൻ ഈ ഭാഗത്ത് കണ്ടു. വൈകുന്നേരം കരാമെന്ന് പറയണത് ആ ഒരു വൈബ് നമുക്ക് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട്. ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങി ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പാർക്കിൻ്റെ ഭാഗത്തെത്തി. പക്ഷെ ഇത് ഞാനിങ്ങനെ തിരിഞ്ഞ് എന്തോരം നടന്നിട്ടും എനിക്ക് പാർക്കിലെത്താൻ പറ്റിയില്ല. ഞാൻ ചില വയർത്ത് ഒരു പരിവായി. കയ്യിൽ ബണ്ണെടുത്തിട്ട കാരണം കൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ മുടിയൊക്കെ എടുത്ത് തലയിൽ കെട്ടി വെച്ച്. എന്താ പറയുക, അത്രയും ചൂടാണിപ്പോൾ. 50 ഡിഗ്രി ഒന്നും പോരാന്ന് തോന്നും ചില സമയത്ത് ഈ ചൂട് കണ്ടു കഴിഞ്ഞാൽ. ഫൈനലി ഞാൻ എത്തി ഈ അൽനഹദ പോണ്ട് പാർക്കിൽ. അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ആകെ ദാഹിച്ച് പണ്ടാറണമെങ്കിൽ ഇപ്പോൾ എൻ്റെ മെയിൻ സാധനമാണ് ഇപ്പോൾ മൗണ്ടൻ ഡ്യൂ. പെപ്സി ലവറായിരുന്ന ഞാനിപ്പോൾ മൗണ്ടൻ ഡ്യൂ ലവറായി മാറിയിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. വേർത്ത് കുളിച്ച് ഞാൻ മുടിയും കെട്ടി വെച്ച് കുറച്ച് നേരം ഊതി അവിടെ ഇരുന്നു. നോക്കിയപ്പോൾ കുറേ പേര് അവിടെ സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നവരുണ്ട്. ഒരു കൊച്ചും ഒരു അപ്പനും കൂടിയിട്ട് അവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് അവിടെ നടക്കാൻ വന്നവർ, സൈക്ലിങ് ചെയ്യാൻ വന്നവർ, പിന്നെ മറ്റേ കൊച്ചിനിരുത്തി വണ്ടിയിൽ ഓടിച്ച് വെറുതെ തള്ളി നടക്കുന്ന കപ്പിൾസ്, അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി എനിക്ക്. ആക്ച്വലി ഈവനിങ് ഇവിടെ വന്നിരിക്കലാണ് ഏറ്റവും ഒരു ഇച്ചിരിയെങ്കിലും വൈബുള്ളത് നമ്മൾ ഈ പ്രവാസ ലോകത്തിൽ ജീവിക്കുന്നവർക്ക്. ഇവിടെ പിന്നെ കളിക്കാനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ക്യാഷൊക്കെ കൊടുത്തിട്ട് വേണം കയറാനും. പിന്നെ ആ ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എന്തിട്ടുള്ളതെന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറേ കുഞ്ഞു കടകൾ കണ്ടു ഞാൻ. അവിടെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനെ റൈഡുകളൊക്കെ ഉണ്ട്, കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പോലത്തെ പാർക്ക് തന്നെ, പാർക്ക് സെറ്റപ്പ് പരിപാടി. കുറച്ച് നേരം അവിടെ ഇരുന്ന് നെടുവീർപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം വായ നോക്കാനൊന്നുമില്ല, ഫുള്ള് ഫാമിലീസ് തന്നെയായിരുന്നു അവിടെ. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ഞാൻ പതുക്കെ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കി. അത്ര തന്നെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.